ഇന്ന് ഇവിടെ ഒരു MP ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുന്നേ ഒരു മാസം മുന്നേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി 40 പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ 40 പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം. 84 ഇന്ദിരാജി മരിച്ച സമയത്ത് അതും ഇതുപോലെ തന്നെ ബെയിൻ സിംഗ് വെടിവെച്ച് അവരുടെ വസതി വെച്ച് വെടിവെച്ച് കൊന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വധം നടന്നത്? നിങ്ങളാണോ അത് ചെയ്തത്? അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് സംസാരിക്കുന്നത് മോദിജിയെക്കുറിച്ച്? രണ്ടാമത്, രാജീവ് ഗാന്ധിജിയുടെ മരണം നടന്നത് 91 ഇലക്ഷൻ ഉണ്ടായിരുന്നു. 400 എഗെയിൻ മെജോറിറ്റി, ഇത്രയും മെജോറിറ്റിയോടുകൂടി നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. പിന്നെ അഡീഷണലായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ഈ ഓപ്പറേഷൻ്റെ കമാൻഡോ ഓപ്പറേഷൻ്റെ ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് വരയ്ക്കും. കൊനാനക്കൊണ്ട ഓപ്പറേഷൻ ആയിരുന്നു ലാസ്റ്റ് ഓപ്പറേഷൻ. അതാണ് 1991 ഓഗസ്റ്റ് 20 കാലത്ത് 5 മണിക്ക് ആ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് നമ്മൾ ആ ഡെഡ് ബോഡീസും കണ്ടിട്ട് വന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, 18 ഈ വീട് വളഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ സമയത്ത് ഇവരെല്ലാം ജീവനോടെ പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമിനും എന്തുകൊണ്ട് നിങ്ങൾ വെറും 3 മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു വീട്ടിലവിടെ ഇരുത്തിക്കൊണ്ട് 36 മണിക്കൂർ എന്നെക്കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു? അതിനുള്ള ഉത്തരം തരണം. കാരണം ഇത് വെയിറ്റ് ചെയ്തതിൽ ആർക്കാണ് ഇതിൽ ഗുണം? അവന്മാർ മരിച്ചാൽ. അപ്പോൾ യഥാർത്ഥ കൊലയാളികളുടെ പേര് ആ 7 പേര് പറയുമെന്നുള്ള പേടി കൊണ്ടല്ലേ അവർ മരിക്കുന്നവരെ കാത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഈ കേസ് റീഓപ്പൺ ചെയ്യും. അതിനിടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ്ജിയുടെ മക്കൾ 2 പേരും കൂടെ ജയിലിൽ പോയത്? സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോകാറുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ആൻഡോ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ അക്യൂസേഷനിൽ. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ പ്രധാനമന്ത്രി, ഞാൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ദീപാവലികളിലും 10 വർഷമായിട്ട് പട്ടാളക്കാരുടെ കൂടെ തൻ്റെ പരിവാർ, തൻ്റെ കുടുംബമായിട്ട് വിചാരിക്കുന്ന അവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പിൽ പോയിട്ട് ദീപാവലി ആഘോഷിക്കുന്ന ആ പ്രധാനമന്ത്രി എന്തിന് ഇതുപോലെ ഒരു കൃത്യം ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതുപോലൊരു അക്യൂസിഷൻ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചാർത്താൻ സാധിക്കും? അങ്ങനെ അക്യൂസിഷൻ ചാർത്തിയ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി വധക്കേസിൽ കുറ്റവാളികളെ നിങ്ങൾ ശിക്ഷിച്ചു. അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം നിങ്ങൾ ഭരിച്ചിരുന്ന വർഷങ്ങളോളമുണ്ട്. ആദ്യത്തെ 5 വർഷം നരസിംഹറാവുജി, അത് കഴിഞ്ഞിട്ട് പിന്നീടും അതിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10 വർഷം മൻമോഹൻ സിംഗ് ജി ഭരിച്ചിരുന്ന സമയത്തും എന്തേ നിങ്ങൾ ഇവരെയൊന്നും തൂക്കിക്കൊല്ലാൻ? അവരവിടെ ജയിലിൽ തന്നെ കിടന്നിരുന്നു. ഇതിനൊക്കെ ഉത്തരം മിസ്റ്റർ ആൻഡോ എനിക്ക് തരണം. എന്നിട്ട് നിങ്ങൾ യു അക്യൂസ് മിസ്റ്റർ മോദി ദാറ്റ് ഹി ഹാസ് കിൽഡ് 40 സോൾജേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഉത്തരം പറയാം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള അക്യൂസിഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി ആസ് എ പ്രൈം മിനിസ്റ്റർ അങ്ങേര് ഇതുപോലെ 40 പട്ടാളക്കാരെ ബലി കൊടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ കൗണ്ടർ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അക്യൂസിഷൻ ആണെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് യെസ് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊന്നുമില്ല എന്നുള്ളത് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ അക്യൂസ് ചെയ്യൂ, യു അക്യൂസ് മീ. ഞാൻ ചോദിക്കുന്നത്, ഇതിനു മുന്നേ ഇത്രയും ആളുകളെ പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമും അവിടെ ഉള്ള സമയത്ത് ഓഗസ്റ്റ് മാസം 18 രാത്രി ജയനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരുടെ കൊനാനക്കൊണ്ട ആ വീട് ഹൈഡ് ഔട്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് രാത്രി 10:30 മണിയാണ്. ആ 10:30 മണി തൊട്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് പെർമിഷൻ തന്നില്ല? നോ, വെയിറ്റ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾ കമാൻഡോസ് വർക്ക് ചെയ്യുന്നത് സർപ്രൈസ് എലിമെൻറ്റിൻ്റെ മുകളിലാണ്. നാളെ കാലത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിത് അറിയും, 4 വശം ആളും കൂട്ടമാവും, പിന്നീട് സർപ്രൈസ് ഉണ്ടാവില്ല. പിന്നെ വരാൻ പോകുന്നത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ശിവരാസൻ. കാരണം അവരും അതുപോലെ പ്രിപ്പയർഡാണ്. അപ്പം ഞാനും എൻ്റെ ഈ 6 കമാൻഡോസ് അകത്ത് കയറുന്ന സമയത്ത് അവരും അവിടുന്ന് വെടിവെക്കും. കാരണം അവരുടെ കയ്യിലും AK-47 3 മാഗസിനും ഉണ്ട്, ഒരു പിസ്റ്റളുണ്ട്, 4 ഗ്രനേഡ്സ് ഉണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് അവർക്ക് നമ്മളെ വേണമെങ്കിലും കൊല്ലാമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വി വർ വറീഡ് അബൌട്ട് യുവർ സേഫ്റ്റി എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞ ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ കമാൻഡോസിന് 1200 രൂപ ഞങ്ങൾക്ക് റിസ്ക് അലവൻസ് കിട്ടുന്നുണ്ട്. ആ റിസ്ക് അലവൻസ് ഇതുപോലുള്ള സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ദെൻ വൈ ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് നോ ഫൈനലി
19-ാം തീയതി ഈവനിങ് ഫയർ ഫൈറ്റ് നടന്നു. അവരിങ്ങോട്ട് വെടിവെച്ചു, ഞങ്ങൾ അങ്ങോട്ടും വെടിവെച്ചു. അതിൽ എൻ്റെ ഒരു ജവാന് വെടിയുണ്ട കൊള്ളുകയും ചെയ്തു. നത്തിങ് ഹാപ്പൻ, ഈസ് ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ ഷോട്ട് ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ആ സിംഗിൾ ഷോട്ട് കേട്ട സമയത്ത് ഞാൻ എൻ്റെ തോക്കും സാധനങ്ങളും വെച്ച് എൻ്റെ ബുള്ളറ്റ് പ്രൂഫും ഊരിയിട്ട് ഞാൻ പറഞ്ഞു എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്. കാരണം എനിക്കറിയാം അവർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കാലത്ത് 5 മണിക്ക് തന്നെ അതിനകത്തോട് കയറ്റിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിനുള്ളത് ഇപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയെ അക്യൂസ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ആൻഡോ, ഗിവ് മി ആൻ ആൻസർ വൈ ദിസ് തിങ് ഹാപ്പൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും, ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറാണ്. അത് ആ സമയം വരുന്ന സമയത്ത് ഞാൻ ഉത്തരം തരാം. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. യെസ്, മറ്റാരാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കേസ് നിങ്ങൾ റീഓപ്പൺ ചെയ്യൂ. റീഓപ്പൺ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എന്നെ ചോദ്യം ചെയ്യൂ. കാരണം ഞാൻ പറയുന്നു യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമെന്നുള്ളത്. കാരണം ഈ കേസിനകത്ത് എന്തുകൊണ്ട് അവരെ നിങ്ങൾ വെറുതെ വിട്ടു 30 വർഷം കഴിഞ്ഞിട്ട്? അതുപോലെ തന്നെ ആ കുറ്റവാളികൾ അകത്ത് കിടക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേക കെയർ കിട്ടിയിട്ടുണ്ട്. സോ ഇവരൊരു വാടക കൊലയാളികൾ മാത്രമായിരുന്നു. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്ത ആരാണെന്നുള്ളത് മിസ്റ്റർ ആൻഡോ, എൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ അക്യൂസ് ചെയ്ത മിസ്റ്റർ ആൻഡോ, യു ആർ ദ MP. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.